ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നത്. ആക്ച്വലി ഇതൊരു ട്രെയിലർ റിയാക്ഷൻ എന്നതിലുപരി ഇന്ത്യ മറന്ന ഒരു പ്രതിഭയുടെ കഥ കൂടിയാണ്. ജി.ഡി. നായിഡു. അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആക്ച്വലി നമുക്ക് എന്തായാലും ഫസ്റ്റ് ട്രെയിലർ ഒന്ന് കണ്ടുപോകാം. ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. സോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ പറയുന്നതിന് മുമ്പ് ട്രെയിലർ ഒന്ന് കണ്ടുപോകാം. ഓക്കെ, இவங்க சொல்றது தகுதியான மனிதர் இருக்காரு இல்லைங்களா? அவருடைய வயசான காலத்துல பைத்தியம் முடிச்சு அவரோட சொந்த பில்டிங்க்கு பாம்பு வச்சிருக்காரு. Who the hell is this fakir? ஜிடி நாயுடு. UMS மூலமா கோடி கோடியை சம்பாதிக்கிறாரு. பாலிடெக்னிக் இன்ஜினியரிங் காலேஜ்ல ஆரம்பிச்சு கட்டணத்தை வாரி குமிக்கிறாரு. ஆனா ஒழுங்கா டாக்ஸ் கட்டுறதுக்கு மட்டும் கசக்குறாரு. But his books are clean and he's working within the system. You are the system. If his books are clean, soil them. சட்டத்துக்கு எதிராக அவங்க நாயுடு அடிச்ச கள்ள நோட்டு முறைக்கு பயன்படுத்தின மிஷின்ஸ் எல்லாம் இதுக்குள்ள இருக்கிறதா எங்களுக்கு தகவல். These clever businessmen will have multiple books of account. உங்க கனவுகளுக்கு தோளோட தோல் ஊக்குவிக்கிற மாதிரி ஒரு நல்ல பொண்ணை பார்த்து நீங்க கல்யாணம் பண்ணிக்கோங்க. Naidu is doing business with Germany and the Nazis against the interests of the crown. This is treason. The British fellows ஜெர்மன் காரனையும் பிடிக்காது, நாயுடுவையும் பிடிக்காது. நீங்க அநியாயமா வரியை போட ஆரம்பிச்சதுக்கு அப்புறம் தான் நாயுடு கேள்வி கேட்க ஆரம்பிச்சாரு. அது வரைக்கும் ஒழுங்கா வரியை கட்டிட்டு தான் இருந்தாரு. அவர் மட்டும் வாங்கிட்டே போறாரு, கண்டுபிடிப்பு அடிக்கிட்டே போறாரு, டாக்ஸி மேல வாங்கி தள்ளிட்டே போறாரு சார். உங்க சொத்துல 80% பறிமுதல் செய்யறதுக்கான அரசாங்க உத்தரவு. நகரத்தின் அரிய தந்தை திரு ஜிடி நாயுடு அவர்கள் தான் கண்டுபிடித்த அனைத்து சாதனங்களையும் ஒழித்து நிறுத்தப் போகிறார். வேலைக்காரன் தான் நம்மளுக்கு எதிரி. அவன் கொடுத்த சண்டை போடணும்னு பார்த்தா நம்ம ஊர்க்காரங்களே நம்மளுக்கு எதிரியா இருக்கிறாங்க. எங்க வந்து யாருக்கிட்ட பேசுறீங்கன்னு தெரியுதா? எந்த நாட்டுல இருந்துகிட்டு நீங்க யார்கிட்ட பேசிட்டு இருக்கீங்கன்னு உங்களுக்கு கூடி சீக்கிரம் புரியுங்க. மனசு சுத்தமானவன் சொல்றது பலிக்கும் போய் குறிச்சு வச்சுக்க. இன்னையிலேருந்து ஒரு நாள் கூட நாயுடு வர நிம்மதியை தூங்க கூட முடியாது. வேட்டையோட கரையை வேட்டைக்கார எல்லாமே ஒரு சிங்கம் இருந்துச்சுன்னா அருவி வீரத்தோட விளக்கமும் மாறிடும். டேய் சைடு கேள்வி கேட்காதீங்க சுந்தரம். ബ്രഹ്മാണ്ഡ ഐറ്റം, ടോപ്പ് നോച്ച് ക്വാളിറ്റി, ഒന്നും പറയാനില്ല. പണ്ടത്തെ ചോക്ലേറ്റ് പറയുന്നത് ഐ തിങ്ക് ഹിസ് കം ബാക്ക് പോരല്ലേ. പുള്ളിക്കാരൻ്റെ ഇതിനു മുമ്പ് റോക്കട്രി കണ്ടിട്ടില്ലേ? റോക്കട്രിയുടെ മേക്കേഴ്സ് ആണ് ഇത് ചെയ്തേക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിലർ എന്ന് തന്നെ പറയാം കണ്ടിട്ടുള്ളതിൽ. ഒരു ടെക്നിക്കലി ഒക്കെ നോക്കുകയാണെങ്കിൽ ടു ഗുഡ്, ഒന്നും പറയാനില്ല. പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ പുള്ളി ഈ പറയുന്ന ഇന്ത്യയുടെ തന്നെ ഇന്ത്യൻ എഡിസൺ എന്നാണ് പുള്ളിക്കാരനെ അറിയപ്പെടുന്നത്. എഡിസൺ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇപ്പോൾ അറിയാലോ കോയമ്പത്തൂർ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാര്യത്തിനും കോയമ്പത്തൂരാണ് പോകുന്നത്. സോ കോയമ്പത്തൂരിനെ കോയമ്പത്തൂരാക്കിയത് പുള്ളിയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കണ്ടുപിടുത്തങ്ങളുണ്ട് പുള്ളിയുടെ. അതെ, പുള്ളിക്ക് പക്ഷേ ഈ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ബേസിക് ഇതാണ് വിദ്യാഭ്യാസം വെച്ചിട്ട് പ്രൈമറി സ്കൂൾ മാത്രമേ പോയിട്ടുള്ളൂ. അത് വെച്ചിട്ട് 100ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു മനുഷ്യൻ. ഒരുപാട് ആൾക്കാർ മറന്നുപോയി അല്ലെങ്കിൽ അറിയാത്ത ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന ജി.ഡി. നായിഡു. എപ്പോഴും ജിയും ചെയ്യുന്ന എനിക്കൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ഈ പറയുന്ന മോട്ടോർ സൈക്കിൾ, അതേപോലെ റേസർ, പിന്നെ ഷേവിംഗ് ബ്ലേഡ്സ്, സൂപ്പർ തിൻ ഷേവിംഗ് ബ്ലേഡ്സ്, പിന്നെ മെക്കാനിക്കൽ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് വോട്ടിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ 5 വാൽവ് റേഡിയോ, ഫ്രൂട്ട് ജ്യൂസ് എക്സ്ട്രാക്ടർ,
ഇഷ്ടംപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സാധാരണ ലൈഫിൽ നമുക്ക് വേണ്ട പെട്രോൾ കാർ പെട്രോൾ കാർ പിന്നെ പുള്ളി ഒരു വീട് വെച്ചിട്ടുണ്ട്. എത്ര 12 മണിക്കൂർ ഉണ്ടല്ലേ? വളരെ ചെറിയ കുറഞ്ഞ ടൈം കൊണ്ട് വീട് വെച്ചിട്ടുണ്ട്. അത് 12 മണിക്കൂർ ഒരു 12 മണിക്കൂർ കൊണ്ട് ഒരു വീട്ടിന്റെ ഫൗണ്ടേഷൻ തൊട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ പുള്ളി ചെയ്തേക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ ബേസിക് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങൾ, നമുക്ക് വേണ്ടിയിട്ടുള്ള കുറെ കണ്ടുപിടുത്തങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, കാർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹൈബ്രിഡ് കോട്ടൺ വെറൈറ്റി, ഹൈബ്രിഡ് മെയ്സ് വെറൈറ്റി, പിന്നെ ഹൈബ്രിഡ് പപ്പായ വെറൈറ്റി, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. ആലോചിച്ചൊക്കെ ഈ പറയുന്ന കാർ ഉണ്ടാക്കുന്ന ആള് തന്നെ ഈ പറയുന്ന ഈ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നു. പല പല ഫീൽഡിലും പുള്ളിക്കാരൻ എല്ലാത്തിലും കഴിവുണ്ടെന്നുള്ളതാണ്. അതെ. അപ്പൊ അതാണ് പുള്ളിയുടെ ഒരു ബയോപിക് പോലത്തെ ഒരു സാധനമാണ് വരുന്നത്. അപ്പൊ എന്തായാലും ഈ സാധനം മാധവൻ ഒരു രക്ഷയില്ല. എനിക്ക് മാധവൻ ഇപ്പോഴത്തെ മാധവന്റെ കുറെ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ദുരന്തറിലൊക്കെ പുള്ളിയുടെ ഒരു വേറെ മാതിരി സാധനം. അപ്പൊ അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇത്. ഇതിനകത്ത് കുറെ മൾട്ടിപ്പിൾ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി പ്രായമുള്ളൊരു അല്ലാതെ ഉള്ളതും പിന്നെ സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങ് വരെ ഉള്ളതെല്ലാം ഹിറ്റ്ലറിനെ കഴിയുന്നു. ഹിറ്റ്ലറെ എക്സാക്ട്ലി അതേപോലെ തന്നെ അല്ലേ ഹിറ്റ്ലറൊക്കെ അത്രയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്ന. സത്യം പറഞ്ഞാൽ നമുക്കൊരു VFX ആണെന്നൊന്നും തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് VFX ആണെന്നുള്ള റിയലി. അതെ. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് അന്തുണ്ട്, ജയറാമേട്ടൻ ഉണ്ട്. ജയറാമേട്ടൻ വേറൊരു രീതിയിലിരിക്കുന്നു, വേറൊരു ലുക്കും അല്ലേ. അതെ, ഒരു തമിഴ് ലുക്കാണ്. പക്ഷെ മീശൊക്കെ കണ്ടുകഴിഞ്ഞാൽ വെപ്പാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ജയറാമേട്ടന്റെ ഒരു സാധാരണ ജയറാമേട്ടനെ കാണാൻ നമുക്കൊരു സാധനമില്ല. അത് മാറ്റിയിട്ട് വേറൊരു രീതിയിൽ നമ്മുടെ ഇതിനകത്ത് കണ്ടിട്ടില്ലേ, നമ്മുടെ വിക്രമിന്റെ പടം ഉണ്ടല്ലോ, മണിരത്നം പടം ഉണ്ടല്ലോ, വീര, പൊന്നിൻ സെൽവനിലൊക്കെ കണ്ട മാതിരി അതേപോലത്തെ വേറൊരു സാധനമാണ് ഇതിൽ കണ്ടത്. സോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ പടം തിയേറ്ററിൽ കാണാൻ. ഇത് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് നോക്കുക. അമ്മാതിരി നല്ല സ്കെയിലുള്ള പടമാണ്, നല്ല പണി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ടല്ലേ, പ്രിയാമണി ഉണ്ട്. പ്രിയാമണിയൊക്കെ നല്ലൊരു ക്യാരക്ടറായിട്ടാണ് പുള്ളിക്കാരൻ്റെ. അരുവിക്കകത്തുള്ള ആ കൊച്ചുണ്ട്. സിദ്ദിഖിനെ കണ്ടുപോലെ തോന്നി. സിദ്ദിഖിനെ ഞാൻ കണ്ടില്ല. സോ ഇതൊക്കെയാണ് പടം. ഒരു രക്ഷയില്ലായിരിക്കും. പുള്ളിക്കാരൻ്റെ ബയോപിക് ആയിരിക്കും. പിന്നെ അതിനകത്ത് പറയുന്ന ഈ ഒരു കാലഘട്ടം പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി പറയുന്ന കോയമ്പത്തൂരിൻ്റെ എൻജിനീയറിംഗ് പരിപാടി ഇത്രയും കൊണ്ടെത്തിച്ചത് പുള്ളിയുടെ സംഭാവന വളരെ വലുതാണെന്ന് തന്നെ പറയാൻ പറ്റും. സോ എന്തായാലും നിങ്ങൾ ഈ പറയുന്ന ട്രെയിലർ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു മാധവൻ, എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു രക്ഷയില്ല. സീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കൂടെ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മുടെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാം. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ. അതെ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.